ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ രസകരമായ എന്നാൽ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പുരുഷന്മാർക്ക് പ്രസവവേദന ഉണ്ടാകുമോ? ഉണ്ടാകാം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രസവവേദന രണ്ട് രീതിയിൽ ഉണ്ടാകാം. ഗർഭിണികൾ അനുഭവിക്കുന്ന പ്രസവവേദന, അല്ലാതെയും മറ്റുള്ളവർക്ക് അനുഭവിക്കാവുന്ന ഒരു പ്രസവവേദന. ഞാൻ കണ്ടിട്ടുണ്ട് കാരിത്താസ് ആശുപത്രിയുടെയൊക്കെ പ്രസവ വാർഡിൻ്റെ ആ പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ കാലുവെന്ത നായ പോലെ നടക്കുന്ന ഭർത്താക്കന്മാർ, അവരുടെ ഭാര്യ അകത്ത് പ്രസവിക്കാൻ കിടക്കുക. ഇനി ഇവരല്ല പ്രസവിക്കാൻ കിടക്കുന്നത്, പുറത്താണ്. എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു ടെൻഷൻ അനുഭവിക്കുന്നവരെ, വേദന അനുഭവിക്കുന്നവരെ, അത് അവരുടെ മുഖത്തോട്ട് നോക്കിയാൽ അവരുടെ നടപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അകത്ത് പ്രസവിക്കാൻ കിടക്കുന്നവർ മാത്രമല്ല, പ്രസവവേദന അനുഭവിക്കുന്നത് പുറത്തു നിൽക്കുന്നവർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാം എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. രണ്ട് തരത്തിലുള്ള പ്രസവവേദനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കാര്യം നമുക്ക് അംഗീകരിക്കാൻ കുറച്ചുകൂടി എളുപ്പമാകും. ആദ്യമായിട്ട് നമുക്ക് ഒരു വചനം, ആ വചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് പുരുഷന്മാർക്കും പ്രസവവേദന ഉണ്ടാകാം എന്നുള്ള ആ ഒരു കാര്യം. അതാണ് ജെറമിയായുടെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം. ജെറമിയ 30:6 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: പുരുഷന് പ്രസവവേദന ഉണ്ടാകുമോ എന്ന് ചോദിച്ചറിയുവിൻ. ഈറ്റുനോവ് പിടിച്ച സ്ത്രീയെപ്പോലെ പുരുഷന്മാരെല്ലാം നടുവിന് കൈകൊടുത്ത് നിൽക്കുന്നതും എല്ലാ മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നത് എന്തുകൊണ്ട്? നമ്മളും ഈ ഒരു എപ്പിസോഡിൽ ചിന്തിക്കുന്നത് ഈ ഒരു കാര്യമാണ്. പുരുഷന്മാർക്ക് പ്രസവവേദന ഉണ്ടാകുമോ? പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീകളെപ്പോലെ, അതുപോലെ നടുവിന് കയ്യും കൊടുത്തു നിൽക്കുന്ന ഗർഭിണികളെപ്പോലെ കാണപ്പെടുന്ന പുരുഷന്മാരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രസവവേദന പുരുഷന്മാർക്കും ഉണ്ടാകാം. അത് മറ്റൊരു തരത്തിലുള്ള ഒരു പ്രസവവേദനയാണ് എന്ന് മാത്രം. അതാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇങ്ങനെയൊരു നമുക്ക് ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ജെറമിയ 29-ഉം 30-ഉം അധ്യായങ്ങൾ, രണ്ട് അധ്യായങ്ങളും കണക്റ്റഡാണ്. 29-ലേക്ക് വരുമ്പോഴാണ്, ഒരു 29-ലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ പ്രസവവേദന അല്ലെങ്കിൽ ഇതൊരു ശിക്ഷയാണ്, അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 29-ാം അധ്യായം 31 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. ഷെമായ എന്നൊരു വ്യക്തി, ആ വ്യക്തി വ്യാജം പ്രവചിച്ചു, ജനം അത് വിശ്വസിച്ച് വഴിതെറ്റി. വ്യാജം പ്രവചിച്ച ആളും അതുപോലെ തന്നെ ആ വ്യാജ പ്രവചനം വിശ്വസിച്ച് വഴിതെറ്റിയവരും ഒരുപോലെ പാപത്തിലേക്കാണ് വീണത്. ഇനി ഇങ്ങനെയൊരു പാപം അതിൻ്റെ ഫലമായിട്ട് വരുന്ന ഒരു കാര്യമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഖറിയായുടെ പുസ്തകം 13-ാം അധ്യായം 3-ാമത്തെ വചനം എടുത്താൽ വ്യാജം പ്രവചിക്കുന്നതിനുള്ള ശിക്ഷ ചെറിയ ശിക്ഷയൊന്നുമല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് അവനെ പ്രസവിച്ച മാതാപിതാക്കൾ ചെന്നിട്ട് ഈ വ്യാജം പറഞ്ഞവനെ വധിക്കണം. അപ്പം ആ പാപം എത്ര ഗൗരവമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വ്യാജം പ്രവചിക്കുന്നവരും വ്യാജ പ്രവാചകന്മാരെ വിശ്വസിച്ചവരും ഒരുപോലെ പാപത്തിലാണ്, നാശത്തിലേക്കാണ് അവർ നടക്കുന്നത് എന്ന് ഈ വചനഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജെറമിയായുടെ പുസ്തകം 23-ാം അധ്യായം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. ദൈവം പറയാത്തത് പറഞ്ഞെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് വ്യാമോഹം കൊടുത്ത വ്യാജ പ്രവാചകന്മാർ, അത് കേട്ട് വഴിതെറ്റിയ ജനം, അവർക്കുണ്ടാകാവുന്ന നാശം, അതുപോലെ തന്നെ ഈ വ്യാജം പ്രവചിച്ചവർക്കുണ്ടാകാവുന്ന ശിക്ഷ, അതിവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 15 മുതലുള്ള വചനം വായിച്ചാൽ അവരെ ഞാൻ വിഷം കുടിപ്പിക്കും, അവരെ ഞാൻ കാഞ്ഞരം തീറ്റും. ഇതൊക്കെ ചെറിയ ശിക്ഷയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അതിലൂടെ തന്നെ നമുക്ക് ഈ പാപം എത്ര ഗൗരവമുള്ളതാണ്, വ്യാജം പ്രവചിക്കുന്നത്, വ്യാജം വിശ്വസിച്ച് വഴിതെറ്റുന്നത്, അതെല്ലാം ഗൗരവമുള്ള കാര്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിനുള്ള പരിഹാരം. വ്യാജം പ്രവചിച്ചതായിരിക്കാം, വ്യാജം പ്രവചിച്ചത് വിശ്വസിച്ച് വഴിതെറ്റിയതായിരിക്കാം, അതിന് പരിഹാരമുണ്ട്. അത് നമ്മൾ കാണുന്നു. ജെറമിയ 30-ന്റെ 8-ാമത്തെ വചനം വായിച്ചാൽ ഞാൻ അവരുടെ കഴുത്തിലെ നുകം തകർക്കും, അതുപോലെ തന്നെ ഞാൻ അവരുടെ കെട്ടുകൾ പൊട്ടിക്കും. കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിങ്കിലേക്ക് തിരിയണം, പ്രാർത്ഥിക്കണം, അനുദപിക്കണം, കരഞ്ഞ് നിലവിളിച്ച് കർത്താവിൻ്റെ കാരുണ്യം യാചിക്കണം. അപ്പോൾ ദൈവം ചെയ്യുന്ന കാര്യം, അവരുടെ കഴുത്തിലെ നുകം ഞാൻ തകർക്കും, കെട്ടുകൾ പൊട്ടിക്കും. 30-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം എടുത്താൽ നിന്നെ രക്ഷിക്കാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്.
കൂടെ നിൽക്കുന്ന ആ ദൈവത്തെ കണ്ട് ആ ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മൾ അനുദപിച്ച് തിരിയണം. എന്നിട്ട് പറയാണ്, വഴി പിഴച്ചവർ നശിക്കും, നിങ്ങളെ ഞാൻ നീതിപൂർവ്വം ശിക്ഷിച്ച് വീണ്ടെടുക്കും. ചെയ്ത പാപത്തിന് നാം പരിഹാരം ചെയ്യണം, അതിനുള്ള ശിക്ഷ നാം അനുഭവിക്കണം, അത് നീതിയുടെ ഭാഗമാണ്. പക്ഷേ അങ്ങനെ ചെയ്ത് നിങ്ങളെ ശുദ്ധീകരിച്ച് ഞാൻ വീണ്ടെടുക്കും, കൂടെ നിർത്തും എന്നുള്ളത് കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്. 30:14 വായിച്ചാൽ, നിന്റെ നിരവധി അകൃത്യങ്ങളാണ് നിന്നെ മുറിവേൽപ്പിച്ചത്. നീ ചെയ്ത അകൃത്യങ്ങൾ, നിന്റെ പാപങ്ങൾ, അതുമൂലമാണ് നിനക്ക് മുറിവേറ്റത്. 17 വരുമ്പോഴോ, നീ എൻ്റെ പക്കലേക്ക് തിരിയുക, ഞാൻ നിൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്താം എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. നമുക്കിനി ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഈ 2 തരം പ്രസവ വേദന പോലെ തന്നെ 2 തരം പരിച്ഛേദനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. 2 തരം പരിച്ഛേദനം. ഒന്ന്, കൈകളാൽ നിർവഹിക്കപ്പെടുന്ന ബാഹ്യമായിട്ടുള്ള അഗ്രചർമ്മം മുറിച്ചുകൊണ്ടുള്ള പരിച്ഛേദനം. ഈ ഒരു കാര്യം ഇസ്രായേൽക്കാർ ഫോളോ ചെയ്തിരുന്നതാണ്, പാലിച്ചിരുന്ന ഒരു കാര്യമാണ്. ഈ പരിച്ഛേദന കർമ്മം മോശ തൻ്റെ കുഞ്ഞിന് വേണ്ടി ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ അവനെ കൊല്ലാൻ തുടങ്ങുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. സിപ്പോറ ഉടനെ ഒരു കൽക്കത്തിയെടുത്ത് ആ കുഞ്ഞിൻ്റെ അഗ്രചർമ്മം മുറിച്ചു. അവിടെ കർത്താവിൻ്റെ കോപം ശമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതൊന്നുണ്ട്, അതാണ് നമ്മുടെ അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ആന്തരിക പരിച്ഛേദനം. കൊളോസസ് 2:11 നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഇതാണ് കുറച്ചുകൂടി കൂടുതൽ പ്രാധാന്യമുള്ളത് എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും 2 തരം പ്രസവ വേദന. ഒന്ന്, ഗർഭിണിയായതിൻ്റെ അനന്തരഫലമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന പ്രസവ വേദന. യോഹന്നാൻ 16:21 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീക്ക് പ്രസവ വേദന എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങൾ, വേദനകൾ അവർക്കുണ്ടാവും, ദുഃഖമുണ്ടാവും, ഒരുപക്ഷെ ഭയമുണ്ടാവും. പക്ഷെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം അവൾ മറക്കും. ആ കുഞ്ഞിനെ കാണുമ്പോൾ ഈ വേദനകളെല്ലാം മറന്ന് ആ കുഞ്ഞിനെ ഏറ്റെടുക്കുന്നത് കാണാൻ പറ്റുമെന്ന്. മറ്റൊന്ന്, പാപത്തിൻ്റെ പരിണതഫലമായിട്ടുണ്ടാകാവുന്ന ഈ ഗർഭിണികൾക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലത്തെ അരിഷ്ഠിതാവസ്ഥ പാപം മൂലം സംഭവിക്കാം. അതാണ് ജെറമ്യായുടെ പുസ്തകം 30 നമ്മൾ കണ്ടത്. നമുക്ക് പാപത്തിൻ്റെ പരിണതഫലമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന ആ പ്രസവവേദന അത് പുരുഷന്മാർക്കുണ്ടാകാം. ആ ഒരു വേദനയിൽ നിന്ന് മോചനം കിട്ടാൻ അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് നമുക്ക് തിരിയാം. ദൈവം ഇഷ്ടപ്പെടുന്നത് പോലെ ഒരു ജീവിതം നയിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.